ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി സത്യങ്ങളൊക്കെ അറിഞ്ഞ് സ്നേഹത്തോടു കൂടി നയനെ കൂട്ടിക്കൊണ്ടുവരാണ് തിരിച്ച്. അതിനുശേഷം അവിടെ ചിലർക്കൊന്നും നയനെ കൊണ്ടുവന്ന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ദേവയാനിയും നയനയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുകയാണ്. പ്രധാനമായിട്ടും രേവതിക്ക് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയനയുമായിട്ട് ദേവയാനി തിരിച്ചെത്തുകയാണ്. അപ്പോഴേക്കും വാതുക്ക നിപ്പുണ്ട് അനാമികയും രേവതിയും ജലജയും ഒക്കെ. അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാണ്, വല്യമ്മയ്ക്ക് ഇതെന്ത് പറ്റി? ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് വല്യമ്മ എന്ത് ഉദ്ദേശത്തോടെയാ? അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയാണ്, അതെന്താ അനാമികയെ, എനിക്ക് നയനയെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ലേ? ആദർശിൻ്റെ ഭാര്യയല്ലേ നയന, അവളെ കൂട്ടിക്കൊണ്ടുവരേണ്ടത് എൻ്റെ ചുമതലയല്ലേ? അപ്പോൾ രേവതി പറയാണ്, എന്താ ഈ പറയുന്നത്? ദേവേടത്തിക്ക് എന്താ ഇപ്പോൾ ഒരു മാറ്റം? ദേവേടത്തിക്ക് പാലിൽ വിഷം ചേർത്തതെന്ന് കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നോ? അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഏയ് ഞാനതൊന്നും മറന്നിട്ടില്ല. എന്തായാലും എന്തെങ്കിലും സത്യം തെളിയും. അപ്പോൾ അറിയാം എന്താന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഒരു മടിയും തോന്നിയില്ല ദേവേടത്തിക്കല്ലേ. ഇനി ഇവിടെ വന്ന് ബാക്കിയുള്ളവരുടെ സമാധാനം കൂടി കളയാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറയാണ് ദേവതി. ഇത് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി പറയാണ്, എനിക്കിഷ്ടമുണ്ടായിട്ടാണ് എൻ്റെ മരുമകളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. അതിനി ഇവിടെ ആരുടെ ഇഷ്ടക്കുറവുണ്ടായാലും അതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് പറയാം. നയനെ മോളെ നീ അകത്തേക്ക് കയറിപ്പോ എന്ന് പറയുകയാണ് ദേവയാനി കേട്ടോ. നയനയാണെങ്കിൽ സന്തോഷത്തോടെ ആദർശിൻ്റെ കൂടെ അകത്തേക്ക് കയറി അങ്ങ് പോവാണ്. അതിനൊക്കെ ശേഷം നയനെ അവിടെ ചെന്ന് ആദർശമായിട്ട് വർത്തമാനം പറയുന്നുണ്ട്. അപ്പം നയന ആദർശിനോട് പറയണ, ആദർശേട്ടാ അമ്മയ്ക്ക് എന്താ ഒരു സ്നേഹം, അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല നയനെ ഞാനൊന്നും പറഞ്ഞില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഇത്രയും നാൾ മറച്ചു വെച്ചെന്നോ മറ്റോ പറഞ്ഞ് വെറുതെ എന്തിനാ വിഷമിപ്പിക്കുന്നത്? അത് തന്നെയല്ല, നീയാണ് കൊടുത്തത് കരള് എന്നൊക്കെ അറിയുമ്പോൾ അമ്മയ്ക്കൊരു കുറ്റബോധമൊക്കെ തോന്നും. അതെന്തിനാന്ന് വെച്ചാൽ ഞാനിതുവരെ പറഞ്ഞിട്ടില്ല, സമയമാകുമ്പോൾ അത് പറയണം എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, പക്ഷേ അമ്മ എന്തോ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല ആദർശേട്ടാ. എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോരുക, ഇവിടെ വന്നിട്ട് എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ അമ്മ തർക്കിച്ച് നിൽക്കുക, ഇതിലൊക്കെ എന്തോ നടന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ആദർശം പറയാം, ശരിയാ ഞാനായിട്ടൊന്നും പറഞ്ഞില്ല, ഇനി എങ്ങനെയെങ്കിലും അമ്മ അറിഞ്ഞോന്നറിയില്ല. എല്ലാം നമ്മുടെ ഭാഗ്യമാണ് നയനെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ നിന്നോടുള്ള ഇഷ്ടക്കുറവൊക്കെ അമ്മയ്ക്ക് കുറഞ്ഞു വരുന്നുണ്ട്. ഇനിയിപ്പം നിന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു അമ്മായിയമ്മയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറയുക കേട്ടോ. അതിനൊക്കെ ശേഷം എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നയനയോട് ദേവയാനി പറയാണ് കേട്ടോ, നയനെ നാളെ മുതൽ നീ അടുക്കളയിലൊന്നും കയറാൻ നിൽക്കണ്ട. നീ രാവിലെ ഓഫീസിലേക്ക് പോയിക്കോണം. അവിടെ ചെന്ന് ആദർശിനെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കണം. അതുപോലെ അവളെ നല്ല ഡിസൈനൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്, ഒരുപാട് വർക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് മെയിൻ ഡിസൈനറായിട്ട് തന്നെ നീ അവിടെ ജോയിൻ ചെയ്യണമെന്ന് പറയാണ്. അപ്പോഴേക്കും നയന അത്ഭുതപ്പെട്ടു പോവാണ്. അമ്മ തന്നെയാണ് ഈ പറയുന്നതെന്ന് ഓർത്തിട്ട് കേട്ടോ. അപ്പം നയന പറയണം, അത് വേണ്ട അമ്മേ, അമ്മയ്ക്കും വയ്യായിക മാറിയിട്ടില്ലല്ലോ, ഇവിടെയും ഒരുപാട് പണികളൊക്കെ ഉള്ളതല്ലേ, അപ്പം പിന്നെ ഞാൻ പോയാൽ അത് ശരിയാവോ? അപ്പം ദേവയാനി പറയുന്നുണ്ട്, അതെന്താ ശരിയാവാത്തത്? നീ നാളെ മുതൽ ഓഫീസിൽ പോയാൽ മതി. ഇവിടെയുള്ള പണികൾ ചെയ്യാൻ ഇവിടെയൊക്കെ ആൾക്കാരുണ്ടല്ലോ, മറ്റു പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, അവർ ചെയ്യട്ടെ. അനാമികയ്ക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ ജാനകി പറഞ്ഞത്, അപ്പോൾ അവളും ചെയ്തോളും. നീ അതുകൊണ്ട് രാവിലെ ഓഫീസിൽ പോകാൻ നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് നീ പോയിക്കോണം എന്ന് പറയണം. അപ്പം നയനിക്കങ്ങ് സന്തോഷമാവാണ് കേട്ടോ. നയന ആദർശനോട് പറയുക, ആദർശേട്ടാ എന്താ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം, ഇതെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, ഏതായാലും നല്ല കാര്യമായി എന്ന് പറയാണ്. അനിയപ്പോൾ വന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, ആഹാ വല്യമ്മ ഒരുപാട് മാറിയല്ലോ നയനേച്ചി, നയനേടത്തി വിചാരിച്ച പോലെയൊക്കെ ആകുന്നുണ്ട്. എന്തായാലും നയനേടത്തിയുടെ മനസ്സുപോലെ നല്ലൊരു ജീവിതം ഉണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോകുന്നേ ഉള്ളൂ എന്ന് അനി പറയുക. അപ്പം നയനയും പറയുന്നുണ്ട്, ശരി അനി, പക്ഷേ നിൻ്റെ ജീവിതം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് അനി എന്ന് പറയുമ്പോൾ അനി പറയാണ്, അത് നയനേടത്തി ഒന്നും പറയണ്ട, നന്ദുവായിരുന്നു ഈ വീട്ടിലേക്ക് കയറി വരേണ്ട പെണ്ണ്, പക്ഷേ അത് നടന്നില്ല.
അത് നയനയെടുത്ത് തന്നെയല്ലേ നടത്താതിരുന്നത്. കുറച്ച് ദിവസങ്ങൾ മുമ്പ് അത് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെയും നന്ദുവിൻ്റെയും വിവാഹം കഴിഞ്ഞേനെ, ഞങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ചേനെ എന്ന് പറയുമ്പം നയന പറയാണ്, അതങ്ങനെയൊന്നും പറയരുത് അനി. അത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് നിനക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നതെന്ന്. ഞാനും നവ്യേച്ചിയും ഇവിടെ വന്നിട്ടും എന്തെല്ലാം പുകിലുകളാണ് ഉണ്ടായത്. അതിൻ്റെ കൂടെ നന്ദു കൂടി ഇങ്ങോട്ട് വന്ന് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ. ഞങ്ങൾ മനഃപൂർവ്വം അനന്തപുരിയിലെ ആണുങ്ങളെ വളച്ചെടുത്തെന്ന് ഇവിടെയുള്ളവർ പറയും. അതുകൊണ്ടൊക്കെയാണ് നീ എന്നോട് ദേഷ്യപ്പെടരുതെന്ന് പറയാണ്. ഏയ്, നയനേടത്തിയോടൊന്നും ദേഷ്യമില്ല. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടില്ലേ, നന്ദുവിനെ എനിക്ക് വിധിച്ചിട്ടില്ല, അതായിരിക്കും എന്നാണ് പറയുക. അപ്പോൾ അനാമികയുടെ കാര്യമൊക്കെ പറയുകയാണ് നയന. നീ അനാമികയായിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കണം അനി. ഞാനും ആദർശേട്ടനും കൂടെ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ അതൊക്കെ മാറിയില്ലേ. ആദർശേട്ടൻ എന്നോട് സ്നേഹമായി. പിന്നെ അതിനുശേഷം അമ്മയുമായിട്ടായിരുന്നു പ്രശ്നങ്ങൾ. ഇപ്പം ആദർശേട്ടൻ്റെ അമ്മയും എന്നെ മനസ്സിലാക്കി തുടങ്ങി. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും കുറഞ്ഞു വരികയാണ്. അതുപോലെ നീയും കുറച്ച് നാളൊക്കെ ക്ഷമിക്കണം. അനാമിക വല്ലാത്തൊരു സ്വഭാവമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നീ അഡ്ജസ്റ്റ് ചെയ്യണം. അവളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതോടുകൂടി മാറുമെന്ന് പറയാം. അപ്പോൾ അനി ഒന്നും മിണ്ടാതെ വിഷമിച്ചങ്ങ് കയറിപ്പോകുന്ന നയനിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട സമയത്ത് നയന വന്നിട്ട് ദേവയാനിയോട് ചോദിക്കുകയാണ്, അമ്മേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കേണ്ടത്? അപ്പോൾ ദേവയാനി പറയാണ്, അത് ദോശമാവ് ഇരിപ്പില്ലേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ നീ ഉണ്ടാക്കിക്കോ എന്ന് പറയുമ്പോൾ നയന് പറയണം ശരി എന്ന് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ രേവതി അങ്ങോട്ട് പറയാണ്, അതെന്താ ഒരാളുടെ ഇഷ്ടം മാത്രം ചോദിച്ചേ ഇവൾ ഉണ്ടാക്കുകയുള്ളൂ? അതെന്താ ദേവേടത്തിയോട് മാത്രം ഇവൾ വന്ന് ചോദിച്ചത്? ഞങ്ങളാരും മനുഷ്യരല്ലേ, ഞങ്ങൾക്കൊന്നും ഇഷ്ടങ്ങളില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, അതെ ഇവിടെ അങ്ങ് ഏകാധിപത്യമാണ്. അവൾ വന്നു വല്യമ്മയോട് മാത്രം ചോദിച്ചു, വല്യമ്മയുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പോവാണ്. എന്നാൽ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ച് അതും കൂടെ അറിഞ്ഞു വേണ്ടേ ഭക്ഷണം ഉണ്ടാക്കാൻ എന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അനാമികെ അങ്ങനെയല്ലല്ലോ ഇവിടെ ചെയ്യാറ്. ഇവിടെ വന്നിട്ട് നയനമോൾ എന്തെങ്കിലും ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ദേവയാനിയോടോ മുത്തശ്ശിയോടോ ഒക്കെ ചോദിക്കും, അതനുസരിച്ച് ഉണ്ടാക്കും. അതെല്ലാവരും കഴിക്കുകയാണ് സാധാരണ ചെയ്യാറ് എന്ന് പറയാണ്. അപ്പം ജാനകിയും പറയുന്നുണ്ട്, അത് സാധാരണയല്ലേ അച്ഛാ, ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ. അനാമിക മോളും അവളുടെ അമ്മയൊക്കെ ഇല്ലേ, അവരുടെ ഇഷ്ടങ്ങൾ കൂടി നമ്മൾ നോക്കണ്ടേ, അല്ലാതെ ഏടത്തേടെ മാത്രം ഇഷ്ടം ഇവള് നോക്കിയാൽ മതിയോ എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയാണ്, അത് ജാനകി അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം നോക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണം, അല്ലാതെ നയനയല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം പറഞ്ഞോളൂ. ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് നയന ഉണ്ടാക്കി തരും എന്ന് പറയുക. അപ്പോൾ ഉടനെ രേവതി പറയാണ്, ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊന്നും അവൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറയുമ്പം ദേവയാനി പറയുന്നത്, അതെന്താ അങ്ങനെ? നിങ്ങളുടെ ഇഷ്ടം അവൾ ഉണ്ടാക്കി തന്നാൽ പറ്റില്ലേ? വേണ്ട, അവൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കണമെന്നില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ വേറെ ഉണ്ടാക്കും. അവൾ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിക്കോട്ടെ, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാമെന്ന് ഭയങ്കര അഹങ്കാരഭാവത്തിൽ രേവതി പറയുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശൻ അവിടെ ഇന്ന് പറയുന്നുണ്ട്, അതെന്താ ഇവിടെ രണ്ടടുക്കളയാക്കാനാണോ രേവതി ഭാവം? എന്താ ജാനകി, ഇങ്ങനെയൊക്കെയാണോ നിൻ്റെ മരുമകൾ വന്നപ്പോൾ? ഇവിടെ ഒറ്റ അടുക്കളയും ഒരു ഭക്ഷണവുമായിരുന്നു എല്ലാവരും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം രണ്ടായിട്ട് വയ്ക്കാനുള്ള ഭാവമാണോ എന്നൊക്കെ ജാനകിയോട് ചോദിക്കുമ്പോൾ ജാനകി പറയാണ്, അല്ലാതെ പിന്നെ ഞങ്ങളെന്ത് ചെയ്യണം? എപ്പോഴും ഏടത്തിയും അതുപോലെ ഈ നയനയും ഒക്കെ പറയുന്നത് കേട്ട് ഞങ്ങൾ ജീവിക്കണം എന്നാണോ? അപ്പോൾ ഉടനെ രേവതിയും പറയാണ്, ശരിയാണ്, അങ്ങനെ ജീവിക്കേണ്ട കാര്യം എൻ്റെ മൂക്കില്ല. അവളുടെ ഇഷ്ടത്തിനും ജീവിക്കണം. അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം. അതിവിടെ ആരും ഉണ്ടാക്കി കൊടുക്കാനില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ സ്വയം ഉണ്ടാക്കി കഴിക്കും, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ദേവയാനി ചാടി എണീറ്റിട്ട് പറയാണ്, അതെ രേവതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണേ നിങ്ങൾ സ്വയം ഉണ്ടാക്കി കഴിച്ചു. അതിനൊന്നും ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. രണ്ടടുക്കളയാക്കണം എന്ന ആഗ്രഹമെങ്കിൽ രേവതിക്ക് അതും ചെയ്യാം. കാരണം നയനയോട് ഞാൻ ദോശയും സാമ്പാറും ഉണ്ടാക്കാൻ പറയുന്നു വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അവളോട് പറഞ്ഞാൽ അവൾ ചെയ്ത് തന്നേനെ. ഇനിയിപ്പം നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു. പക്ഷേ ഒരു കാര്യം രേവതിയോട് ഞാൻ പറയാം, അനാമിക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ജാനകി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല. പക്ഷേ രേവതി ഈ വീട്ടിൽ വന്നിട്ട് ഈ അനന്തപുരിയിൽ വന്നിട്ട് ഇത്രയും അധികാരം കാണിക്കേണ്ട കാര്യം എന്താ? എനിക്കില്ലാത്ത അധികാരം എന്താ രേവതിക്കുള്ളത്? മരുമക്കളുടെ വീട്ടിൽ നിന്നും വന്നിട്ട് അവരുടെ അച്ഛനും അമ്മയും ഒന്നും ഈ അധികാരമൊന്നും ഈ അനന്തപുരിയിൽ
കാണിക്കാറില്ല. ഇവിടെയുള്ള മക്കളും മരുമക്കളും ഒക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പിന്നെ അച്ഛനും അമ്മയുമാണ് പ്രധാനമായിട്ടും എല്ലാം തീരുമാനിക്കുന്നത്. വേറൊരു വീട്ടിൽ നിന്ന് വന്ന രേവതി ഇവിടെ കിടന്ന് അഹങ്കാരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കോ, നിങ്ങളുടെ മകളെ കൊണ്ട് ഉണ്ടാക്കിക്കോ, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ എൻ്റെ മരുമകളെ ഭരിച്ചുകൊണ്ട് വരാൻ രേവതിക്ക് യാതൊരു അവകാശവും ഇല്ല. അതൊക്കെ ഈ അനന്തപുരിക്ക് പുറത്ത് മതി എന്ന് പറഞ്ഞ് രേവതിയെ പച്ചയ്ക്ക് ആട്ടുകയാണ് കേട്ടോ ദേവയാനി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്